ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതും പോലീസ് പരിഗണിക്കുന്നുണ്ട്. അതേസമയം പോലീസ് പിടിച്ചെടുത്ത ബോബിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കും. സിനിമാ പ്രമോഷനായി ബലിയാടാക്കിയെന്ന ബോബിയുടെ വാദം വിശ്വസിക്കുന്നില്ല എന്ന് ACP ജയകുമാർ പറഞ്ഞു. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. സഹിൻ, എന്തായാലും അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് ഹാജരാക്കും. ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ഇത്തരം മറുവാദങ്ങളൊക്കെ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏത് തരത്തിലാകും ഇനിയുള്ള നടപടികൾ മുന്നോട്ട് പോവുക? സ്വാതി, ഇന്ന് 11 മണിക്ക് മുന്നോടിയായി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുവേണ്ട നടപടികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരും എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത് രാമൻ പിള്ള എന്ന മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ്. ബോബി ചെമ്മണ്ണൂരിനെ വിശദമായി മൊഴിയെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പോലീസിനെ പോലും അമ്പരപ്പിച്ചിരുന്നു. ഈ ഹണി റോസിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തിറങ്ങാനുള്ള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻ വർക്കിന്റെ ഭാഗമായി തന്നെ ബലിയാടാക്കി എന്നുള്ളതാണ് ബോബിയുടെ പ്രധാന വാദം. ഒപ്പം തന്നെ അല്ലു അർജുൻ പുഷ്പ 2-ൽ ചെയ്തതുപോലെ ഒരു രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ആയിരുന്നു ഇത് എന്നുള്ളതാണ് ബോബി പറയുന്നത്. ഇതൊന്നും പോലീസ് വിലക്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ K. ജയകുമാറും ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു. അതായത് ബോബിയുടെ ഈ വാദങ്ങളെല്ലാം തന്നെ പോലീസ് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ അദ്ദേഹം മറ്റ് ചില കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. അതായത് കുന്തി ദേവി പരാമർശം താൻ പറഞ്ഞ കാര്യത്തെ വളച്ചൊടിക്കുകയായിരുന്നു. 4 മാസം മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. എന്നാൽ അത് ഇപ്പോൾ ഉയർന്നു വരുന്നതിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ ഉണ്ട് എന്നുള്ളതാണ് ബോബിയുടെ വാദം. ഇതെല്ലാം പോലീസ് മൊഴിയായി രേഖപ്പെടുത്തുകയും എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പോലീസ് തള്ളുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഹണി റോസ് കഴിഞ്ഞ ദിവസം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഇതിന് മതിയായ തെളിവുകൾ ശേഖരിക്കാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ഹണി റോസ് തന്നെ പോലീസിന് അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. കൂടാതെ ഈ ബോബി ചെമ്മണ്ണൂർ ഇൻ്റർവ്യൂ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള യൂട്യൂബ് ചാനലുകളെയും അതിലെ ക്യാമറമാൻമാരെയും പോലീസ് സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റൊന്ന്, ബോബി ചെമ്മണ്ണൂരിനെതിരെ നിലവിൽ 3 വകുപ്പുകളാണ് നോൺ ബെയിലബിൾ, അതായത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായും അന്വേഷണ സംഘം പറയുന്നുണ്ട്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ അല്പനേരത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ 2 വൈദ്യ പരിശോധനകളാണ് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് നടത്തേണ്ടത്. അതിലൊന്ന് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി നടത്തിയിരുന്നു. ഒന്ന് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി നടത്തിയിരുന്നു. അതായത് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്നലെയും ഇന്നുമായി 2 വൈദ്യ പരിശോധനകളും അദ്ദേഹത്തിന് പൂർത്തിയായിട്ടുണ്ട്. അതിന് പേപ്പർ വർക്കുകളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് വേണ്ട നടപടികളും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മളുള്ളത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കാണുന്നത് പോലെ തന്നെ കൂടുതൽ മാധ്യമപ്രവർത്തകരും ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ള ആളുകളും പോലീസുകാരും എല്ലാവരും തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ 11 മണിയോടെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് ഹാജരാക്കും. കൂടുതൽ നിയമ വിശദാംശങ്ങൾ നൽകാനായിട്ട് ഷബ്ന സിയാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷബ്ന, ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂർ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ B. രാമൻപിള്ള മുഖേനയാണ് ജാമ്യാപേക്ഷ നൽകുക. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ ജാമ്യാപേക്ഷ നൽകുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാകും ബോബി ചെമ്മണ്ണൂർ സൂചിപ്പിക്കുക? സ്വാതി, ഏതായാലും ഇന്ന് തന്നെ പോലീസ് ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്ന ആവശ്യം പോലീസ് ഉന്നയിക്കുമ്പോൾ തങ്ങൾക്ക് ജാമ്യം നൽകണം എന്നൊരാവശ്യമായിരിക്കും ബോബി ചെമ്മണ്ണൂർ ഉന്നയിക്കുക. കാരണം 3 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അതായത് BNS-ലെ 75(1)(1), 75(1)(4), അതോടൊപ്പം തന്നെ IT ആക്ടിലെ 67, ഈ 3 വകുപ്പുകൾ പ്രകാരമാണ് ജാമ്യം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകൾ, അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യമല്ല. അതിനാൽ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിൽ, അതായത് കോടതി സ്വമേധയാ ജാമ്യം നൽകുമോ എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം അഭിഭാഷകർക്കിടയിൽ തന്നെ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷയിൽ ശക്തമായ വാദം നടത്താൻ മുതിർന്ന അഭിഭാഷകൻ B. രാമൻപിള്ളയെ തന്നെ ബോബി ചെമ്മണ്ണൂർ സമീപിച്ചത്. ഏതായാലും ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അതോടൊപ്പം തന്നെ
കൂടുതൽ വകുപ്പുകൾ പോലീസ് ചുമത്തുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്കയും ഈ അഭിഭാഷകർക്കിടയിൽ നിലനിൽക്കുന്നു. കാരണം ഈ ഹണി റോസിന്റെ പരാതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് സമൂഹ മധ്യത്തിൽ അശ്ലീല ചുവയോടെ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ അപമാനിക്കണം എന്ന ഉദ്ദേശത്തോടെയും കൂടി 2024 ഓഗസ്റ്റ് മാസം 7-ാം തീയതി ഈ പ്രതിയായ ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയുള്ള കണ്ണൂർ ആലക്കോടുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ ഷോറൂം ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ ഹണി റോസിനെ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് ഈ ബോബി ചെമ്മണ്ണൂർ ഒരു നെക്ലേസ് അണിയിച്ചു. അതിനുശേഷം തന്റെ സമ്മതമോ അല്ലെങ്കിൽ തന്റെ ഇഷ്ടപ്രകാരമല്ലാതെ തന്നെ കയ്യിൽ പിടിക്കുകയും സ്പർശിക്കുകയും അശ്ലീല ചുവയോടെ ദ്വയാർത്ഥം വരുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. മനഃപൂർവ്വമാണ് ഇത്തരത്തിൽ തന്റെ കയ്യിൽ കയറി പിടിച്ചതെന്നും അതോടൊപ്പം തന്നെ ആ രീതിയിൽ അശ്ലീല ചുവയോടെ തന്നെ ആക്ഷേപിക്കാനാണ് ഈ രീതിയിൽ സംസാരിച്ചത് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പോലീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത തീർച്ചയായും റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. ഏതായാലും ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്ന വിവരമാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഷബ്ന, കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ ഈ ഒരു അറസ്റ്റിലായതിനു ശേഷവും പിന്നീടുമൊക്കെ പോലീസിനോട് നിരവധി വാദങ്ങൾ നിരത്തിയിരുന്നു. അതായത് ഹണി റോസ് സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി തന്നെ കുടുക്കിയതാണ്, താൻ ബലിയാടായതാണ്, അതുപോലെ തന്നെ താൻ മറ്റൊന്നും ഉദ്ദേശിച്ചോ ദ്വയാർത്ഥം ഉദ്ദേശിച്ചോ അല്ല അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് ഉള്ളത്. ഇത്തരം വാദങ്ങളൊക്കെ അദ്ദേഹം ഈ ഒരു ജാമ്യാപേക്ഷയിലും സൂചിപ്പിക്കുമോ? അതൊക്കെ ഏത് രീതിയിലാവും കോടതി മുഖവിലക്കെടുക്കുക? ഏതായാലും ബോബി ചെമ്മണ്ണൂർ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ താൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന വാദം തന്നെയാകും ഉന്നയിക്കുക. എന്നാൽ സർക്കാർ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ FIR അടക്കമുള്ള വിവരങ്ങളിൽ പറയുന്നത് പോലെ തന്നെ ഈ രീതിയിൽ ഒരു സമൂഹ മധ്യത്തിൽ ഒരു സ്ത്രീയെ അപമാനിക്കാൻ അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ആ രീതിയിൽ അപമാനിക്കുകയും ചെയ്തു എന്ന വാദം തന്നെ എടുക്കുന്നതാണ്. കാരണം ലൈംഗിക ധ്വനിയോടെയുള്ള പരാമർശങ്ങൾ നടത്തി എന്നതാണ് ഈ പോലീസിന്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. സമാനമായ പരാമർശങ്ങൾ ജാങ്കോ സ്പേസ് TV എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇലക്ട്രോണിക് മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിക്കുകയും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിക്ക് മാനഹാനി വരുത്തുകയും ചെയ്തു എന്ന കുറ്റകൃത്യമാണ് ഇപ്പോൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഏതായാലും ഇതിൽ ശക്തമായ വാദം തന്നെ ജാമ്യം നൽകരുത് എന്ന വാദത്തിൽ തന്നെയായിരിക്കും സർക്കാർ ഉണ്ടാകുക, പ്രോസിക്യൂഷൻ ഉണ്ടാകുക. മുതിർന്ന അഭിഭാഷകൻ B. രാമപിള്ള തന്നെ ഈ ജാമ്യം നൽകണം എന്നൊരാവശ്യം കോടതിയിൽ ഉന്നയിക്കുകയും ബോബി ചെമ്മണ്ണൂരിന്റെ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. അതെ, എന്തായാലും ഈ വാദങ്ങളൊക്കെ തന്നെയായിരിക്കും ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയിലും ഉന്നയിക്കാനുള്ള സാധ്യത. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഹിൻ, എപ്പോഴേക്കായിരിക്കും കോടതി അല്പസമയത്തിനേക്ക് അകം ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. എപ്പോഴേക്കായിരിക്കും എത്തിക്കുക? അവിടെയുള്ള ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? ബോബി ചെമ്മണ്ണൂരിൻ്റെ സുഹൃത്തുക്കളും ഒപ്പം തന്നെ സ്ഥാപനത്തിലെ ജീവനക്കാരും അടക്കം വലിയൊരു കൂട്ടം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ബോബി ചെമ്മണ്ണൂരിനെ സാധാരണ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഒരു അപേക്ഷ സമർപ്പിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ പോലീസ് അത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല എന്നാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അല്പനേരത്തിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ നിന്നും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഷബ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഈ ജാമ്യമില്ലാ വകുപ്പുകളിൽ തന്നെ സ്ത്രീത്വത്തെ അവഹേളിച്ചതിനും ഒപ്പം തന്നെ IT ആക്ട് പ്രകാരവുമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ രണ്ട് കേസുകളും ഈ രണ്ട് വകുപ്പുകളും അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളപ്പോൾ അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം നൽകില്ല എന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഇന്ന് ഈ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കേണ്ടതുണ്ട്. നിലവിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാദം, അതായത് ഹണി റോസ് തൻ്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ബോബി ചെമ്മണ്ണൂരിനെ ബലിയാടാക്കി എന്നുള്ള വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അക്കാര്യം പോലീസ് അംഗീകരിക്കുന്നില്ല. ആ വാദം പൂർണ്ണമായും പോലീസ് തള്ളുകയാണ്. കൂടാതെ അദ്ദേഹം പറയുന്നത് കുന്തിദേവി പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് താൻ 4 മാസം മുൻപ് നടത്തിയ പരാമർശമാണ്, മാത്രമല്ല തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പോലീസിനോട് പറയുന്നത്. എന്നാൽ പോലീസ് ഇക്കാര്യത്തിലും ഒരു ദ്വയാർത്ഥ പ്രയോഗം കാണുന്നുണ്ട്. പോലീസ് അത് കൃത്യമായി തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. പക്ഷേ എപ്പോഴും ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട്
അതുകൊണ്ട് എനിക്കിതിൽ പശ്ചാത്താപം തോന്നുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിശദമായ മൊഴി തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ രേഖപ്പെടുത്തിയിരുന്നു. നേരത്തെ തന്നെ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ രാവിലെ 6 മണിയോടുകൂടിയാണ് അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലാകുന്നത്. ഏറെക്കുറെ 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് പ്രാഥമികമായി അവിടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. തുടർന്ന് 1:52 അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അറസ്റ്റ് മെമ്മോയിൽ 1:52 അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയമായി കാണിക്കുന്നത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തെ കൊച്ചി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ആ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി ഇന്നലത്തെ വൈദ്യപരിശോധന കഴിഞ്ഞിരുന്നു. അത് സാധാരണ 2 ദിവസമാണ് പോലീസിൻ്റെ കയ്യിൽ എപ്പോഴും കിട്ടുക. അതുകൊണ്ട് തന്നെ 2 തവണ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയും ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. അങ്ങനെ പ്രാഥമികമായി പോലീസ് ചെയ്യേണ്ട നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പേപ്പർ വർക്കുകൾ സംബന്ധിച്ചും പൂർണ്ണമായും പോലീസ് ആ പേപ്പർ വർക്കുകളും പൂർണ്ണമായും ചെയ്തു തീർത്തിരിക്കുകയാണ്. ഇനി ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകുക എന്നൊരു നടപടി മാത്രമേ പോലീസിൻ്റെ മുന്നിലുള്ളൂ. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ തേടിക്കഴിഞ്ഞിരിക്കുന്നു. ഹണി റോസ് നൽകിയ പരാതിയിൽ തന്നെ ഡിജിറ്റൽ തെളിവുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് തന്നെ പോലീസിന് നൽകിയിട്ടുണ്ട്. ആ തെളിവുകളും കൂടാതെ ശേഷിക്കുന്ന ഈ പറയുന്ന ജാങ്കോ സ്പേസ് അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തരം വാർത്തകൾ വന്നിരുന്നതാണ്. പല യൂട്യൂബ് ചാനലുകളിലും ഇത് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലെ ക്യാമറമാന്മാരെയും റിപ്പോർട്ടർമാരെയും സാക്ഷിപ്പട്ടികയിൽ പോലീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ കേസ് മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ ബോബി ചെമ്മണ്ണൂരിന് ദുഷ്കരമാവുന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അതിൻ്റെ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത്. പരമാവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫോണുമായി ബന്ധപ്പെട്ടതാണ്. ആ ഫോൺ പോലീസ് പൂർണ്ണമായും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കോടതിയിൽ ഫോറൻസിക് പരിശോധനയ്ക്കായി കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ഫോൺ പോലീസ് കോടതിയിൽ ഹാജരാക്കും. ഈ കാണുന്നത് പോലെ തന്നെ അല്പനേരത്തിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മാധ്യമ പ്രവർത്തകരും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹായികളും അനുയായികളും അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും അടങ്ങുന്ന വലിയൊരു സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ പോലീസ് വലിയ ഒരു കാവൽ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും അതുകൊണ്ട് കൂടുതൽ പോലീസുകാരെ കാവലിനായി നിയോഗിച്ചിട്ടുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ബോബി ചെമ്മണ്ണൂർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകാതെ അദ്ദേഹത്തിന് കൃത്യമായ അദ്ദേഹത്തിൻ്റെ മാനേജർ അടക്കമുള്ള ആളുകളോട് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ തൻ്റെ പേര് പരാമർശിച്ചാൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുക്കും അല്ലെങ്കിൽ പരാതി നൽകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു ഹണി റോസിനെതിരെ വീണ്ടും തുടർച്ചയായി അദ്ദേഹം പരാമർശം നടത്തിയത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തതും മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഹണി റോസ് ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയും അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ ജില്ലാ കോടതിയിലേക്കാണ് ഹാജരാക്കുക. ജില്ലാ കോടതി പരിസരത്ത് നിന്നും ആസിഫ് മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആസിഫ്, അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ ജില്ലാ കോടതിയിലേക്ക് ഹാജരാക്കും. അവിടെയാകും വാദങ്ങൾ കേൾക്കുക. തൽക്കാലം കസ്റ്റഡി അപേക്ഷ വേണ്ട എന്നുള്ള നിലപാടിലാണ് പോലീസ് ഉള്ളത്. എന്നാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയായിരിക്കും കേസ് എടുക്കുക എന്നുമുണ്ട്. എപ്പോഴേക്കായിരിക്കും ബോബി ചെമ്മണ്ണൂർ അവിടേക്ക് എത്തുക? കോടതിയിൽ ഇതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഒരുങ്ങുന്നത്? 11 മണിയോടുകൂടി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് റിപ്പോർട്ട് അടക്കം സമർപ്പിക്കും. അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷയും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യങ്ങളടക്കം ഇപ്പോൾ ആലോചനയിലാണ് എന്നാണ് രാവിലെ ACP കെ ജയകുമാർ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കറിയാം, ഇന്നലെ 24 മണിക്കൂറിന് ശേഷം മാത്രം കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ വൈദ്യപരിശോധന അടക്കമെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിൽ ഇറക്കിയാൽ ഏകദേശം ഒരു 10 മിനിറ്റിൽ താഴെ മാത്രം സമയം കൊണ്ട് കോടതിയിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും ഇവിടെ മറ്റ് നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഏതായാലും ഇപ്പോൾ ജില്ലാ കോടതി വളപ്പിലും ഉണ്ട്. ബോബി ചെമ്മണ്ണൂർ ഇന്നലെ സ്റ്റേഷന് മുമ്പിലടക്കം വലിയ രീതിയിലുള്ള ആളുകൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി വളപ്പിലേക്ക് ആളുകൾ എത്തുമെങ്കിൽ പോലും കൂടുതൽ പോലീസ് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കി കേസ് പരിഗണിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഫോൺ അടക്കം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള കാര്യവും
നേരത്തെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം അയക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയ സമാനമായ രീതിയിലുള്ള മറ്റ് പരാമർശങ്ങൾ, യഥാർത്ഥ പ്രയോഗങ്ങൾ, ലൈംഗിക ചുവടുള്ള സംസാരങ്ങൾ, അതിന്റെ എല്ലാം വീഡിയോ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം പോലീസ് ഇപ്പോൾ തന്നെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഹണി റോസ് വലിയ രീതിയിൽ തനിക്കെതിരെ നടന്ന അതിക്രമങ്ങളുടെയും അതുപോലെ തന്നെ പരാമർശങ്ങളുടെയും എല്ലാം വീഡിയോ തെളിവുകളും അതുപോലെ തന്നെ ഈ കമന്റുകളുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും എല്ലാം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വിശദമായി തന്നെ ഈ ഒരു കേസിൽ റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കി കോടതിയെ സമീപിക്കുക എന്നൊരു നിലപാടിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എടുക്കുകയും ചെയ്തത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതെ ആസിഫ്, അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ജില്ലാ കോടതിയിലേക്ക് ഹാജരാക്കും. 11 മണിയോടുകൂടി അവിടേക്ക് എത്തും എന്നുള്ളതാണ് വിവരം.